പന്തിരുകുല പ്രധാനി നാറാണത്തു ഭ്രാന്തന് ദേവീദർശനം ലഭിച്ചു എന്ന ഐതിഹ്യവുമായാണ് എല്ലാ വർഷവും തുലാം 1 രായിരനെല്ലൂർ മലകയറ്റം നടക്കുന്നത്. കൊപ്പം വളാഞ്ചേരി പാതയിലെ ഒന്നാന്തി പടിയിൽ നിന്ന് നോക്കിയാൽ 500 അടിയോളം ഉയരത്തിലുള്ള ചെങ്കുത്തായ രായിരനെല്ലൂർ മല കാണാം. മലയുടെ തെക്കുവശത്തെ ഒന്നാന്തിപ്പടിയിലൂടെയുള്ള സാഹസം നിറഞ്ഞ വഴിയിലൂടെയും പടിഞ്ഞാറ് വശത്തെ പടവുകളിലൂടെയും വിശ്വാസികൾക്ക് മല കയറാം. നാറാണത്തു ഭ്രാന്തന്റെ കൂറ്റൻ പ്രതിമയും ദുർഗാദേവി ക്ഷേത്രവുമാണ് മലമുകളിലെ പ്രധാന ആകർഷണങ്ങൾ. മലകയറ്റത്തിന് മുന്നോടിയായി മലമുകളിലെ ദുർഗാദേവി ക്ഷേത്രത്തിൽ നടത്തുന്ന ലക്ഷാർച്ചന വെള്ളിയാഴ്ച സമാപിക്കും. നാറാണത്തു ഭ്രാന്തൻ ശ്രീ ദ്വാന്തസാക്ഷരി ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ശനിയാഴ്ച രാവിലെ മുതൽ വിശേഷാൽ പൂജകളും ഉണ്ടാകും. ശനിയാഴ്ച പുലർച്ചെ ആരംഭിക്കുന്ന മലകയറ്റം വൈകുന്നേരം വരെ നീണ്ടു നിൽക്കും. അതിനുള്ള ഒരുക്കങ്ങൾ മലമുകളിലും അടിവാരത്തും പൂർത്തിയായി. ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള 150ഓളം പോലീസുകാരുടെ സേവനം മലമുകളിലും താഴ്വാരത്തും ഒരുക്കിയിട്ടുണ്ട്. മലകയറ്റത്തിന്റെ ഭാഗമായി ശനിയാഴ്ച പുലർച്ചെ 2 മുതൽ കൊപ്പം വളാഞ്ചേരി പാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് കൊപ്പം പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പി ശിവശങ്കരൻ അറിയിച്ചു. ചരക്ക് ലോറികൾക്കാണ് പ്രധാനമായും നിയന്ത്രണം ഏർപ്പെടുത്തിയത്. പട്ടാമ്പി ഭാഗത്ത് നിന്ന് വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ തൃത്താലക്കൊപ്പം മുതുതല പാലത്തറ ഗേറ്റ് വഴി കടന്നു പോകണം. പെരിന്തൽമണ്ണ ചെർപ്പളശ്ശേരി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ വിളയൂർ നെടുങ്ങോട്ടൂർ കൈപ്പുറം വഴിയും പോകണം. തിരിച്ചും ഈ വഴികളിലൂടെ തന്നെ പോകണം. സെപ്റ്റംബർ 21 പ്രത്യേകത എന്താണെന്നറിയോ? പട്ടാമ്പിയിലെ IQ പ്ലസിന്റെ ഉദ്ഘാടനല്ലേ? അപ്പോ 21-ാം തീയതി IQ പ്ലസിന്റെ ഉദ്ഘാടനം പട്ടാമ്പിയിൽ. എല്ലാവരും IQ Plus ഇന്റീരിയർ ആൻഡ് ഇലക്ട്രോണിക്സ് ഉദ്ഘാടനം സെപ്റ്റംബർ 21 ഞായറാഴ്ച വൈകിട്ട്. സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നു. ഏവർക്കും സ്വാഗതം.